മാന്യ പ്രേക്ഷകർക്ക് എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇറാൻ US വാർ അതിതീവ്രമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. US ഇറാൻ്റെ സ്ട്രാറ്റജിക് പോയിൻ്റുകളെല്ലാം തകർക്കുകയാണ്. ചബഹാർ തുറമുഖത്തിലെ മറൈൻ കൺട്രോൾ ടവർ ഒക്കെ നിരപ്പാക്കി. ഈ മറൈൻ കൺട്രോൾ ടവർ അഫ്ഗാനിസ്ഥാനിലേക്കും അതേപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ ബിസിനസ് നടത്തുന്ന ചബഹാർ തുറമുഖത്തിൻ്റെ അവസ്ഥ ദയനീയമായി ബോംബ് ചെയ്ത് തകർക്കുകയാണ്. ഈ സംഭവത്തിൽ ഇറാൻ്റെ സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു കണ്ണ് എന്ന് വേണേൽ പറയാം, അതേപോലത്തെ മറൈൻ ടവർ കൺട്രോൾ ടവറാണ് നശിപ്പിക്കപ്പെട്ടത്. ഇറാനിലെ വിവിധ ഇടങ്ങളിൽ അമേരിക്ക നിർദ്ദയം ബോംബ് ചെയ്ത് നിരപരാധികൾ കൊല്ലപ്പെടുകയാണ്. അതോടൊപ്പം ഇറാനും കടുപ്പിച്ച് അമേരിക്കയുടെ കമാൻഡ് സെൻറ്ററുകളിൽ ഇറാനും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യുദ്ധം അനന്തമായി സമാധാനമില്ലാതെ നീളുകയാണ്. ഈ യുദ്ധത്തിൻ്റെ പാർശ്വഫലങ്ങൾ ഇപ്പോൾ ഓൾറെഡി മിഡിൽ ഈസ്റ്റ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർദാനിലും കുവൈറ്റിലും സിറിയയിലുമൊക്കെ ഇപ്പോൾ ഇറാൻ വ്യാപകമായി ആക്രമണം അമേരിക്കനെ തിരിച്ചും ആക്രമിക്കുകയാണ്. അമേരിക്ക പറയുന്നത് ഇറാനിലേക്ക് അമേരിക്കൻ സൈനികരെ അയക്കില്ല, വിയറ്റ്നാമിലും മറ്റുള്ള രാജ്യങ്ങളിലും ഇറാഖിലുമൊക്കെ പറ്റിയ മാതിരി അമേരിക്കൻ സൈനികരെ യുദ്ധത്തിൽ കൊല്ലപ്പെടാനും കൊല്ലിക്കാനും അമേരിക്ക തയ്യാറല്ല. പക്ഷേങ്കിൽ ഇറാനിയ ജനങ്ങൾ തന്നെ ഗവൺമെൻറ്റിനെ മാറ്റണം. ഇറാനിലെ ഇപ്പോഴത്തെ അവസ്ഥ ആർക്കും അറിയത്തില്ല. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് സെപ്പറേറ്റ് വിങ്ങായിട്ട് ആക്രമിക്കുകയാണോ? ഒരു സെൻട്രൽ കമാൻഡർ ഉണ്ടോ? ആരാണ് യഥാർത്ഥ റൂളർ? എന്താണ് അവസ്ഥ എന്നൊന്നും ആർക്കും ശരിക്ക് ഒരു ബോധ്യമില്ല. അതോടൊപ്പം തന്നെ ഇസ്രയേലും കൂടി അമേരിക്കയോടൊപ്പം നിന്ന് ആക്രമിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഭീഷണി. ഇറാൻ പറയുന്നു, നിങ്ങളുടെ ഇസ്രയേലിൻ്റെ അന്താരാഷ്ട്ര ആണവ കമ്മീഷൻ ഇസ്രയേലിൻ്റെ ആണവ നിലയങ്ങൾ പരിശോധിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആണവ നിലയങ്ങളും അന്താരാഷ്ട്ര ആണവ കമ്മീഷൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അമേരിക്ക അതിന് ഒരുക്കമില്ല. അമേരിക്ക പറയുന്നത് സറണ്ടർ ചെയ്ത് ഞങ്ങളുടെ ഡീല് നിങ്ങൾ അംഗീകരിക്കണം. അതായത് വെനിസ്വേലയിൽ പോലെ എണ്ണ ആണ് ട്രംപിൻ്റെ കണ്ണ്, എണ്ണ തട്ടിയെടുക്കുക, എണ്ണ ബിസിനസ്, ഓയിൽ ബിസിനസ് കൺട്രോൾ ചെയ്യുക, അതാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. വെനിസ്വേലയിൽ ഒരു പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിച്ച അമേരിക്ക ഇപ്പോൾ വെനിസ്വേലൻ എണ്ണ അവരുടെ ഇഷ്ടത്തിന് ബിസിനസ് നടത്തുന്നു. അതേപോലെ ഇറാനും വേണമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്താണെങ്കിലും ലോക സമാധാനം, പേർഷ്യൻ ഗൾഫിലെ സമാധാനം ഉണ്ടാകുന്നത് എന്നാണെന്നറിയില്ല. യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നു. ഇരു പക്ഷങ്ങളിലും ധാരാളം ആൾനാശവും ഡിസ്ട്രക്ഷനും നാശവും സംഭവിക്കുന്നു. ഇങ്ങനെ യുദ്ധം ഒരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി മിഡിൽ ഈസ്റ്റിലെ സഞ്ചാരവും സ്വാതന്ത്ര്യവും ജനങ്ങളുടെ ജീവിതവും ദുരിതമായിക്കൊണ്ടിരിക്കുന്നു. ബിസിനസ് കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റുകൾ നിർത്തലാക്കപ്പെടുന്നു. മനുഷ്യർ ജീവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനിൽ ഇപ്പം ആരാണ് ഗവൺമെൻറ്? സെൻട്രൽ കമാൻഡാണോ? എന്താണേലും ജനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനോടൊപ്പമാണ്. അത് നമ്മൾ പലവട്ടം കണ്ടു. ജനങ്ങൾ ഒരിക്കലും അമേരിക്കയുടെ ഒപ്പമല്ല. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.